അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അനന്തരാവകാശം ചിലരുണ്ടാകുമ്പോൾ ചിലർക്ക് ലഭിക്കുകയില്ല. അത് ആരെല്ലാം എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. എന്നാൽ ആരുണ്ടായാലും ഇവരെ തടയാൻ പറ്റാത്ത ആളുകളും ഉണ്ട്. അതാരൊക്കെയെന്ന് നമുക്ക് ആദ്യം പറയാം. ആദ്യത്തേതായി മാതാപിതാക്കൾ. മരണപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് അവകാശം ആരും തടയുകയില്ല. അതേപോലെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരിൽ ആര് മരണപ്പെട്ടാലും, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, അത് ആരുണ്ടെങ്കിലും. അതേപോലെ ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിൻ്റെ അവകാശം തടയാനും ആരും ഇല്ല എന്നർത്ഥം. അത് അവകാശികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിഹിതത്തിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ ഒത്ത മക്കൾ, സ്വന്തം മക്കൾ. ആ മക്കളുടെ അവകാശവും ആർക്കും തടയാൻ സാധിക്കുന്നത് അല്ല. എന്നാൽ ചിലരുണ്ടായിരിക്കെ ചിലർക്ക് കിട്ടുകയില്ല. അത് ആരൊക്കെ എന്നുള്ളതാണ്. മകൻ്റെ മകന് അവകാശമുണ്ട്, പക്ഷേ മകനുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ അടുത്ത ആളുകളും ഉണ്ടാകാൻ പാടില്ല. വല്ലുപ്പാക്ക് അവകാശം കിട്ടണമെങ്കിൽ ആരുണ്ടാകരുത്? മരണപ്പെട്ട വ്യക്തിയുടെ പിതാവും ഉണ്ടാകരുത്. അതുപോലെ അവരുടെ അടുത്ത ആളുകളും ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന് അവകാശിയിൽ പെടും. ആ സമയത്ത് ആരുണ്ടാകാൻ പാടില്ല? പിതാവുണ്ടാകാൻ പാടില്ല, മകനും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ മകൻ്റെ മകനും ഉണ്ടെങ്കിൽ മാതാപിതാക്കളൊത്ത സഹോദരന് അനന്തരാവകാശം ലഭിക്കുകയില്ല. ഇനി പിതാവ് മാത്രം ഒത്ത സഹോദരന് അവകാശം കിട്ടും. ആ കിട്ടണമെങ്കിൽ പിതാവുണ്ടാകാൻ പാടില്ല, മകനും ഉണ്ടാകാൻ പാടില്ല, മകൻ്റെ മകനും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം മാതാപിതാക്കൾ ഒത്ത സഹോദരനും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെയാണ് മാതാപിതാക്കൾ ഒത്ത സഹോദരിയും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് എന്തുണ്ട്? മക്കളും ഉണ്ട് എന്നിരിക്കാം. ഇനി ഉമ്മയൊത്ത സഹോദരൻ, അവന് അവകാശം കിട്ടണമെങ്കിൽ ഉപ്പയുണ്ടാകാൻ പാടില്ല, വല്ലുപ്പയുണ്ടാകാനും പാടില്ല, അതുപോലെ മക്കളും ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, മകൻ്റെ മക്കളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മയൊത്ത സഹോദരന് അവകാശം ലഭിക്കുന്നത് അല്ല. ഇനി മാതാപിതാക്കളൊത്ത സഹോദരൻ്റെ മകന് അവകാശം ലഭിക്കും. പക്ഷേ അവകാശം ലഭിക്കണമെങ്കിൽ 8 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാൻ പാടില്ല. അതാരൊക്കെയാണ്? ഒന്ന്, പിതാവ്, മറ്റൊന്ന് വല്ലുപ്പ, മൂന്നാമത്തത് മകൻ, നാലാമത്തത് മകൻ്റെ മകൻ, അഞ്ചാമത്തത് മാതാപിതാക്കൾ ഒത്ത സഹോദരൻ, ആറാമത്തേത് മാതാപിതാക്കളൊത്ത സഹോദരി, അവർക്ക് എന്തുണ്ട്? മക്കളും ഉണ്ട്. ഏഴാമത്തേത് പിതാവ് ഒത്ത സഹോദരൻ, എട്ടാമത്തേത് പിതാവ് ഒത്ത സഹോദരി, അവർക്ക് എന്തുണ്ട്? മക്കളും ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവർക്കും എന്ത് കിട്ടുകയില്ല? അവകാശം ലഭിക്കുകയില്ല. ഇനി മറ്റൊരു വിഭാഗം ആരാണ്? പിതാവ് ഒത്ത സഹോദരൻ്റെ മകൻ. അവർക്ക് അവകാശം ലഭിക്കണമെങ്കിൽ 9 വിഭാഗങ്ങൾ ഇല്ലാതിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ 8 വിഭാഗത്തിന് പുറമെ മാതാപിതാക്കളൊത്ത സഹോദരൻ്റെ മകൻ ഉണ്ടാകാൻ പാടില്ല. ഇനി അടുത്ത വിഭാഗം, 8ാമത്തെ വിഭാഗം, മാതാപിതാക്കൾ ഒത്ത എളാപ്പ, മുത്താപ്പ. അവർക്ക് അവകാശം കിട്ടണമെങ്കിൽ 10 വിഭാഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ 9 വിഭാഗങ്ങളും അതിന് പുറമെ പിതാവ് ഒത്ത സഹോദരൻ്റെ മകനും ഉണ്ടാകാൻ പാടില്ല. ഇനി 9ാമത്തെ വിഭാഗം ആരാണ്? പിതാവ് ഒത്ത എളാപ്പ. അവർക്ക് കിട്ടണമെങ്കിൽ 11 വിഭാഗക്കാർ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ 10 വിഭാഗങ്ങൾ ഉണ്ടാകരുത്. അതോടൊപ്പം 11ാമത്തത് ആരാണ്? മാതാപിതാക്കൾ ഒത്ത എളാപ്പ ഇല്ലാതിരിക്കണം. അങ്ങനെ വന്നാൽ പിതാവ് മാത്രം ഒത്ത
എളാപ്പക്ക് അനന്തരാവകാശം കിട്ടുകയുള്ളൂ. ഇനി മാതാപിതാക്കളൊത്ത എളാപ്പയുടെ മകന് അവകാശം ലഭിക്കണമെങ്കിൽ 12 വിഭാഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ് 11 വിഭാഗം. ഇതിന് പുറമെ പിതാവ് ഒത്ത എളാപ്പ ഉണ്ടെങ്കിൽ എന്തില്ല, ഇവർക്ക് അവകാശം ലഭിക്കുകയില്ല. 11ാമത്തെ വിഭാഗം ആണുങ്ങളിൽ നിന്ന് 11ാമത്തെ വിഭാഗം പിതാവ് ഒത്ത എളാപ്പയുടെ മകൻ. അത് നേരത്തെ പറഞ്ഞ 12 വിഭാഗങ്ങൾക്ക് പുറമെ ഒരു വിഭാഗവും കൂടിയുണ്ട്. അതാരാണ്? മാതാപിതാക്കൾ ഒത്ത എളാപ്പയുടെ മക്കൾ. 12ാമത്തെ ഒരു വിഭാഗം. അത് ഇതൊക്കെ ചെല്ലുന്ന, അത് നമുക്ക് കാര്യമായി വരുന്നൊരു വിഷയം അല്ല. ഇതുവരെ പറഞ്ഞത് പുരുഷന്മാരുടേതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീകളിൽ അവകാശം ലഭിക്കണമെങ്കിൽ ചില ആളുകൾ ഉണ്ടാകാൻ പാടില്ല. അത് ആരൊക്കെ എന്നുള്ളതാണ്. ഒന്നാമത്തത്, മകൻ്റെ മകൾക്ക് അവകാശം ലഭിക്കണമെങ്കിൽ 2 വിഭാഗക്കാർ ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, മകൻ ഉണ്ടാകരുത്. അതേപോലെ തന്നെയാണ് മറ്റു പെൺകുട്ടികളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തില്ല, അവകാശം ഇല്ല. 2ാമത്തെ വിഭാഗം ഉമ്മയൊത്ത വല്ലുമ്മ, ഉമ്മയുടെ ഭാഗത്ത് നിന്നുള്ള വല്ലുമ്മ. അവർക്ക് അവകാശം കിട്ടണമെങ്കിൽ എന്താണ്, 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഉമ്മയുണ്ടാകാൻ പാടില്ല. ഉമ്മയുണ്ടെങ്കിൽ ഉമ്മക്ക് എന്തില്ല, ആ ഭാഗത്തിലൂടെ ഉമ്മമാർക്ക് അവകാശം ഇല്ല. അതേപോലെ തന്നെയാണ് അവരുടെ അടുത്ത ആളുകളും, വല്ലുമ്മയുടെ അടുത്ത ആളുകൾക്കും ഉണ്ടെങ്കിൽ ഇവർക്ക് അവകാശം ലഭിക്കുകയില്ല. 3ാമത്തത്, ഉപ്പയുടെ ഭാഗത്ത് നിന്നുള്ള വല്ലുമ്മ. അത് 4 ആളുകളാണ്. അതാരൊക്കെയാണ്? ഉണ്ടാകാൻ പാടില്ല. ഉപ്പയുണ്ടെങ്കിലില്ല, അതേപോലെ ഉമ്മയുണ്ടെങ്കിലില്ല. മറ്റൊന്ന്, വല്ലുമ്മയുടെ അടുത്ത കുടുംബങ്ങളിൽ നിന്ന്, അഥവാ വാപ്പയൊത്ത വല്ലുമ്മയുടെ അടുത്ത കുടുംബങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ ഉമ്മയൊത്ത വല്ലുമ്മയുടെ അടുത്ത ആളുകളിൽ നിന്നും ഉണ്ടെങ്കിൽ അവർക്കും അവകാശം ഇല്ല. ഇനി 4ാമത്തത്, മാതാപിതാക്കളൊത്ത സഹോദരി. അവർക്ക് അവകാശം കിട്ടണമെങ്കിൽ 3 ആളുകൾ ഉണ്ടാകാൻ പാടില്ല. ഒന്ന് പിതാവ്, മറ്റൊന്ന് മകൻ, 3ാമത്തത് മകൻ്റെ മകൻ ഉണ്ടെങ്കിൽ ആർക്കില്ല, മാതാപിതാക്കൾ ഒത്ത സഹോദരിക്ക് അനന്തരാവകാശം ലഭിക്കുന്നത് അല്ല. ഇനി പിതാവ് മാത്രം ഒത്ത സഹോദരിക്ക് അവകാശമുണ്ട്. അതിന് 6 വിഭാഗങ്ങൾ ഇല്ലാതിരിക്കണം, എന്നാൽ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. അതിന് നേരത്തെ പറഞ്ഞ പിതാവ്, മകന്, മകൻ്റെ മകന് ഇവർ ഇല്ലാതിരിക്കണം. അതോടൊപ്പം മാതാപിതാക്കളൊത്ത സഹോദരൻ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെയാണ് മാതാപിതാക്കളൊത്ത 2 സഹോദരിമാരും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവസാനത്തെ ഇതിലെന്താണ്, മാതാപിതാക്കളൊത്ത സഹോദരി, അതോടൊപ്പം എന്തുണ്ട്, അവർക്ക് മക്കളും ഉണ്ടാകാതിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇവർക്ക് എന്ത് കിട്ടുകയുള്ളൂ, അവകാശം ലഭിക്കുകയുള്ളൂ. 6ാമത്തെ വിഭാഗം ഉമ്മ ഒത്ത സഹോദരി. അവർക്ക് കിട്ടണമെങ്കിൽ 4 വിഭാഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒന്ന് പിതാവ്, മറ്റൊന്ന് വല്ലുപ്പ, മറ്റൊന്ന് മക്കള്, മറ്റൊന്ന് മകൻ്റെ മക്കൾ. ഇവരുണ്ടെങ്കിൽ ഇവർക്കും അവകാശം ലഭിക്കുന്നതല്ല. അവസാനത്തേത് ഇത്തക്ക് ചൊല്ലിയ അവരാണ്. അത് നമുക്ക് സാധാരണഗതി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇത്രയും ആളുകൾക്കാണ് അനന്തരാവകാശം കിട്ടണമെങ്കിൽ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ പുരുഷന്മാരിൽ നിന്ന് 12 വിഭാഗങ്ങളും സ്ത്രീകളിൽ നിന്ന് 7 വിഭാഗങ്ങളുമാണ് ഇതിലുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.